നല്ല റോഡുകളും നല്ല ബസ്സുകളും മാത്രം മതിയോ? യാത്രക്കാർക്ക് കാത്തിരിക്കാനുള്ള ഒരിടം കൂടി വേണ്ടേ? നാറാത്തും കമ്പിലും കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ പേർ ബസ് കാത്തുനിൽക്കുന്ന ഒരിടമാണ് TC ഗേറ്റ്. എന്നാൽ നാളേറെയായി റോഡിനിരുവശവും ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇവിടെയില്ല. മുൻ കമ്മ്യൂണിസ്റ്റ് MLA ആയിരുന്ന TC നാരായണൻ നമ്പ്യാരുടെ വീടും സ്മാരകവും സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് ഇവിടം. നാറാത്ത് പഞ്ചായത്തിൽ ആകെയുള്ളത് 18 വാർഡുകളാണ്. ഇതിൽ 1, 2, 17, 18 വാർഡുകളിൽ ഉൾപ്പെടുന്ന നിരവധി പേരാണ് ബസ് കയറാൻ ഇവിടെ നിൽക്കുന്നത്. കാലവർഷത്തെ കനത്ത മഴയിലും മേടമാസത്തിലെ കഠിനമായ ചൂടിലും സ്കൂളുകളിൽ പോകുന്ന വിദ്യാർത്ഥികളും പ്രദേശവാസികളായ യാത്രക്കാരും കയറി നിൽക്കാൻ ഒരിടമില്ലാതെ കഷ്ടപ്പെടുകയാണ്. പഞ്ചായത്തിന്റെ ഫണ്ടിൽ നിന്നോ MLAയുടെ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയോ ഇവിടെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിഷ്പ്രയാസം കൊണ്ടുവരാൻ കഴിയും. നിരവധി തവണ ഇക്കാര്യം അധികാരികളോട് ചൂണ്ടിക്കാണിച്ചു കൊടുത്തിരുന്നു. എന്നാൽ ഇതുവരെയും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ഇവിടെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ഭരിക്കുന്നവർ മാത്രമല്ല, പ്രാദേശിക പ്രതിപക്ഷവും ഈ ഒരാവശ്യം ഉയർത്തിപ്പിടിക്കുന്നില്ല എന്നതും ഒരു വസ്തുതയാണ്. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉണ്ടായിരുന്നു. അത് പൊളിച്ചുമാറ്റിയ സ്ഥലത്ത് മറ്റൊരു കാത്തിരിപ്പ് കേന്ദ്രം കൊണ്ടുവരുന്നതിൽ തടസ്സം എന്താണെന്നോ ആ തടസ്സം ആർക്കാണെന്നോ ആണ് നാട്ടുകാരിന്ന് ചോദിക്കുന്നത്. അവരുടെ ആ ചോദ്യം ന്യായവുമാണ്. ഏതു പക്ഷമോ പക്ഷമല്ലാത്തവരോ ആരുമായിക്കൊള്ളട്ടെ, ഇവിടെ ഇരുഭാഗത്തും ഒരു ബസ് വെയിറ്റിംഗ് ഷെഡ് കൊണ്ടുവരാൻ ഇവിടെയുള്ളവരുടെ വോട്ട് നേടി ജയിച്ചു വരുന്ന നിങ്ങളിൽ ആരെങ്കിലും മുന്നിട്ടിറങ്ങണം. വോട്ട് ചെയ്യുന്ന പൊതുജനങ്ങൾക്ക് പറയാനേ കഴിയൂ. പരിഹാരം കണ്ടെത്തേണ്ടത് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്. വീണ്ടും ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് മുന്നിൽ വന്നപ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. നമ്മുടെ രാഷ്ട്രവും രാഷ്ട്രത്തെ രാഷ്ട്രീയവും രാഷ്ട്രീയത്തിലെ നിരവധി രാഷ്ട്രീയ പാർട്ടികളും നിലനിൽപ്പിനു വേണ്ടി ഓരോ കാലത്തും ഓരോരോ നിലപാടുകളും തീരുമാനങ്ങളുമാണ് കൈക്കൊള്ളുന്നത്. അവർ ഇന്നെടുക്കുന്ന ആ നിലപാടുകളായിരിക്കും നാളെ ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെ നിശ്ചയിക്കുന്നതും. ചരിത്രത്താളുകളിൽ തുന്നിച്ചേർക്കേണ്ട അത്തരം നിലപാടുകളും തീരുമാനങ്ങളും നമ്മുടെ വരും തലമുറകൾക്ക് പഠിക്കുവാനുള്ള ചരിത്ര വിഷയം കൂടിയാണെന്ന ഉത്തമ ബോധ്യത്തിലാണ് സൂര്യകിരണം വാർത്തകളിൽ രാഷ്ട്രീയ വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. മത്സരരംഗത്തുള്ള എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. മറ്റൊരു വാർത്താ വിഷയവുമായി നാളെ വീണ്ടും വരാം.